ഈ കാണുന്നത് 300 വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണ്. ഇതൊരു കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണ്. പിന്നെ ഇതിന്റെ അപ്പുറത്തൊരു ഷാർക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ സീ ആണ്. ഷാർക്ക് ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബോട്ട് കയറിയിട്ട് പോകണം, എന്നാലും ഷാർക്ക് ഐലൻഡിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പോകാൻ പറ്റുന്ന അറിയില്ല, കാലാവസ്ഥ കൂടി അനുകൂലമായ മാത്രമാണ് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത്. അതൊക്കെ എന്തിനാ അങ്ങോട്ട് പോവാ. ബ്ലോഗറെ ചേച്ചിക്ക് അറിയില്ല തോന്നുന്നു. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് അൽ സൂബ് റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽ ടോപ്പിലത്തെ ഒരു സ്പോട്ടാണ്. ഒടുക്കത്തെ കാറ്റ്, കൊടുങ്കാറ്റ്, അയ്യോ ചെക്കൻ പറന്നുപോയി. ഏതാ കൊച്ചക്കത്തെ പറന്നു പോണ. എല്ലാവർക്കും നമസ്കാരം. ദുബായിയുടെ നഗര കാഴ്ചകൾ നമ്മൾ ധാരാളം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഷാർജ ഫുജൈറയുടെ ആ ഒരു പ്രദേശത്ത് വരുന്ന കോർഫാഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ആരോണും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങോട്ട് വരാനായിട്ട് ആക്ച്വലി നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരാം. പക്ഷേ ഈ ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആ സ്ഥലങ്ങൾ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി വരുമ്പോഴേക്കും സമയം ഒരുപാട് പോകും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ടൂർ കമ്പനിയെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്തിട്ട് കമ്പനിൻ്റെ പേര് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു നമ്പറാണ്. അതിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ബുക്ക് ചെയ്തു. നമ്മുടെ ഇന്നത്തെ യാത്ര ദുബായിലെ ബെസ്റ്റ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽസ് വഴി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ട്രാവൽസ് വഴി ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒരാൾക്ക് 70 ദിർഹംസ് ആണ് ട്രിപ്പിന്റെ കോസ്റ്റ് വരുന്നത്. 15 പേർക്ക് ഇരിക്കാവുന്ന വാനാണ്. വാട്സപ്പ് വഴി ടൂർ ബുക്ക് ചെയ്യാം. മുൻകൂർ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ബുക്ക് ചെയ്ത ശേഷം ദുബായ് സിറ്റിയുടെ വിവിധ ഭാഗത്തു നിന്നും പിക്കപ്പ് പോയിന്റുകൾ തരും. അവിടെ എവിടെയെങ്കിലും പോയി നിന്നാൽ മതിയായിരിക്കും. 9 മുതൽ 10 മണി വരെയാണ് പിക്കപ്പ് ടൈം വരുന്നത്. ആദ്യ പോയിന്റ് സഹാറ സെന്ററിലാണ് വരുന്നത്. പിന്നീട് ദേര സിറ്റി സെന്റർ, ബുർജുമാൻ സെന്റർ, ലുലു, അൽബർഷ തുടങ്ങി 10 മണിക്ക് ലാസ്റ്റ് പിക്കപ്പ് പോയിന്റ് ആയിട്ടുള്ള ഡ്രാഗൺ മാർട്ടിൽ എത്തിച്ചേരും. നമുക്ക് എത്തിച്ചേരാൻ എളുപ്പമുള്ള ഇതിൽ ഏതെങ്കിലും പിക്കപ്പ് പോയിന്റ് നിന്നാൽ മതിയായിരിക്കും. കോർഫാഖാനിൽ നമ്മൾ പോകുന്ന വിസിറ്റിംഗ് പ്ലേസുകൾ ഒന്ന് ഷീസ് പാർക്ക്, രണ്ടാമത്തെ അൽ റഫീഷ ഡാം, പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ വില്ലേജ്, പിന്നെ കോർഫാഖാൻ സ്ക്വയർ, വി കഫേ, ഷാർക്ക് ഐലൻഡ്, കോർഫാഖാൻ ബീച്ച്, കോർഫാഖാൻ വാട്ടർഫാൾ, കോർഫാഖാൻ ആംഫി തിയേറ്റർ, അൽ സുഹൈബ റെസ്റ്റ് ഹൗസ്. അങ്ങനെ പോകുന്ന 10ഓളം സൈറ്റ് സീയിങ് പ്ലേസുകളാണ് നമ്മുടെ ഐറ്റിനറിയിലുള്ളത്. ദുബായിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂറിന്റെ യാത്ര. യുഎയുടെ കിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഷാർജ എമിറേറ്റ്സിലാണ് കോർഫാഖാൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായി കോർഫാഖാൻ ഫുജൈറ എമിറേറ്റ്സിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നെങ്കിലും കോർഫാഖാൻ ഷാർജ എമിറേറ്റ്സിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. യുഎയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖങ്ങളിൽ ഒന്നാണ് കോർഫാഖാൻ തുറമുഖം. ഷുമൈലിയ പർവ്വതനിരകൾക്കും അറബിക്കടലിനും ഇടയിലാണ് കോർഫാഖാൻ സ്ഥിതി ചെയ്യുന്നത്. മലനിരകളെല്ലാം നിറഞ്ഞ ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ഏരിയകളാണ് അധികവും. അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. പല വലിയ റോഡുകളും നിർമ്മിച്ചിരിക്കാൻ തന്നെ വലിയ മലകളെല്ലാം തുറന്ന് ടണൽ ഉണ്ടാക്കിയിട്ടാണ്. യുഎയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലും ഇവിടെയാണ് ഉള്ളത്. ഏതാണ്ട് 2 കിലോമീറ്റർ നീളമാണ് ടണലിനുള്ളത്. നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ആദ്യ ഡെസ്റ്റിനേഷനായ ഷീസ് പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ നിരവധി പാർക്കുകൾ ഇതിനു മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പാർക്ക് അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഈ പാർക്കിന്റെ ലൊക്കേഷൻ തന്നെയാണ്. കിഴക്കൻ അറേബ്യൻ ഗൾഫിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ അൽ ഹജാർ മലനിരകളിലാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കോർഫാഖാനിലെ ഷീസ് എന്ന ഗ്രാമത്തിന്റെ പേര് തന്നെയാണ് ഈ പാർക്കിനും ഇട്ടിരിക്കുന്നത്. കുടുംബവും കൂട്ടുകാരുമൊത്ത് ഒരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു കുന്നിൻ ചെരുവിലെ ഈ ശാന്തസുന്ദരമായുള്ള ഈ പ്രദേശം. രണ്ട് തട്ടുകളായാണ് ഈ പാർക്ക് ക്രമീകരിച്ചിരിക്കുന്നത്.
മുകളിലേക്ക് കയറാൻ പാറകൾ വെട്ടിയിട്ടുള്ള ചവിട്ടുപടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുറ്റിലും പച്ചയുറച്ച പ്രകൃതി രമണീയമായ കാഴ്ചകൾ, കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം ആക്ടിവിറ്റീസ്. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെയാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കൃത്രിമമായ വെള്ളച്ചാട്ടമാണ് ഈ പാർക്കിന്റെ പ്രധാന ആകർഷണം. ആ വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായിട്ടൊരു വെള്ളച്ചാട്ടാ, ഉടായ്പ വെള്ളച്ചാട്ടം. തണുത്ത കാറ്റുണ്ട്. ഇപ്പോൾ ദുബായ് ക്ലൈമറ്റ് ഇപ്പോൾ ഏതാണ്ട് 18 മുതൽ രാത്രി 2 ഡിഗ്രിക്ക് ആവും. പക്ഷെ ഈ കോർഫാഖാൻ ഈ മലമ്പ്രദേശത്തൊക്കെ രാത്രി ചില ദിവസങ്ങളിൽ നല്ല മഞ്ഞൊക്കെ ഒഴിക്കണം, -1 ആവും എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്ര തണുത്തിട്ട്. നീ ഞാനാ ആ രീതിയിൽ തൂങ്ങിയിട്ട് വാ. അതാ ഏയ് അയ്യോ ഇതാണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ദുബായില് നല്ല ചുട്ടുപോലുന്നൊരു ക്ലൈമറ്റിലൊക്കെ നമ്മൾ ജീവിച്ചിട്ട് നമ്മളിപ്പോ എന്താ പറയാ 6 മാസം ചൂടും 6 മാസം തണുപ്പാണ് ദുബായിലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 18 അല്ലെങ്കിൽ ഒരു 20 ഡിഗ്രി അത്ര ചൂടുണ്ടാവുള്ളൂ, നല്ല തണുത്ത കാറ്റ്. അപ്പൊ എന്തായാലും കോർഫാഖാൻ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. കോർഫാഖാനത്തെ കാഴ്ച നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇനി വഴിയെ കാണാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അൽ റഫീഷ ഡാമിലേക്കാണ്. സോ ഗൈസ്, നമ്മളിപ്പോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അൽ റഫീഷ ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു തടാകം. കോർഫാഖാനിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. കയാക്കിംഗ്, ഹൈക്കിംഗ് ട്രെയിൽ തുടങ്ങിയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ വന്ന ദിവസം ഇതെല്ലാം ടെമ്പററി ക്ലോസ്ഡ് ആണ്. പ്രശസ്ത ബ്ലോഗർ ചേച്ചിക്ക് അറിയില്ല തോന്നുന്നു. ആഫ്രിക്കൻ ചേച്ചി എന്താ പറയുന്നുണ്ട്? ആഫ്രിക്കയിൽ നമ്മൾ റീച്ച് ആയിട്ടില്ല. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രേക്ഷകരൊക്കെ പരമാവധി ഷെയർ ചെയ്യാൻ ദുബായിലുള്ള ആൾക്കാർ അല്ലേ? ലോകത്തെമ്പാടും നമ്മള് ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ മോസ്റ്റ്ലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വ്ളോഗിൽ മാക്സിമം നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ദുബായ് സിറ്റിക്കുള്ള അല്ലെങ്കിൽ നഗര ജീവിതത്തിലൊക്കെ ജീവിക്കുന്ന നമുക്ക് ഇത് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമാണ്. നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ എന്താ പറയാ വലിയൊരു സംഭവം തോന്നില്ല. ചെറിയൊരു പച്ചപ്പോ മൈ ഗോഡ്, എടാ ഫോൺ പറഞ്ഞു ഈ ഒടുക്കത്തെ കാറ്റ്, കൊടും കാറ്റ്. അയ്യോ ചെക്കൻ പറന്നു പോയി. ഏതാ കൊച്ചക്കത്തെ പറന്നു പോണ്. ഒടുക്കത്തെ കാറ്റ്, പെട്ടെന്നൊരു കാറ്റില്ലേ? വെയിലുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റുള്ള കാരണേ വെയിലൊന്നും ഒരു വിഷയമല്ല. നല്ല മനോഹരമായിട്ടുള്ള നീരരുവി. ആ മലയമൊക്കെ ചെറുതായിട്ട് പച്ചപ്പ് വരുന്നുണ്ട്. കറുത്ത മലനിരകളൊക്കെ ഇപ്പൊ പോയി ഇപ്പൊ പച്ച മലനിരകളായിട്ട് വരുന്നുണ്ട്. അല്ല, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കുറെ എന്താ പറയുക ഷാർജ ഭാഗത്തൊക്കെ മലനിരകളൊക്കെ പച്ചപ്പ് പോകുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നില്ലേ? തടാകത്തിന്റെ താഴത്തേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അന്തേവാസികളായ പൂച്ചയും താറാവും ഒക്കെ മീൻ പിടിക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. നമ്മളെ കണ്ടപ്പോൾ പൂച്ച സാർ അങ്ങോട്ട് മാറിപ്പോയി. താറാവൂട്ടന്മാർക്ക് നമ്മളെ കണ്ട ഭാവമില്ല. വെള്ളത്തിലുള്ള കളിയും കുളിയുമാണ്. എന്റെ കയ്യിലെ ഗോപ്ര ക്യാമറ കൊണ്ട് അരുൺ വെള്ളത്തിന്റെ അടിയിലെ കാഴ്ചയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ്.
അത് കണ്ട് ഒരു പൂച്ച സാറ് നടന്നു വരുന്നുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണെന്ന് കരുതിയിട്ടായിരിക്കാം പൂച്ച സാർ ആകാംക്ഷയോടെ നോക്കുന്നത്. തൽക്കാലം കയ്യിലുണ്ടായിരുന്ന കപ്പലിന്റെ എല്ലാം കൊടുത്ത് പൂച്ചക്കുട്ടപ്പന്മാരെ ആസ്വദിപ്പിച്ചു. വെള്ളം അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് അണ്ടർ വാട്ടർ കാഴ്ചകൾ കാണാൻ മാത്രമൊന്നുമില്ല. സോ ഇവിടുത്തെ കാഴ്ചയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട നീരരുവിയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഇതിലൂടെ നടക്കാനുള്ള ചെറിയൊരു നടപ്പാതയും കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള നടപ്പാതയാണ്. ഈ ഡാമിന്റെ ഒരു ഏരിയൽ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി തന്നെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് നജാദ് അൽ മക്സാർ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഹെറിറ്റേജ് വില്ലേജ്. ഈ കാണുന്നത് 300 വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണ്. ഇന്നത് ഹെറിറ്റേജ് വില്ലേജ് ആയിട്ട് സംരക്ഷിച്ചു പോകുന്നു. അകത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഫോട്ടോകളെല്ലാം എടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആണ്. ഡ്രൈവർ ചേട്ടൻ ഒരു പാകിസ്ഥാനി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടിറക്കിയത്. നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്നുമില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൊട്ടിയും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. സോ ഗൈസ്, നമ്മളിപ്പോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കോർഫാഖാനിലുള്ള ഈ ഒരു വാട്ടർഫോൾ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണ്. പിന്നെ ഇതിന്റെ അപ്പുറത്ത് ഒരു ഷാർക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ സീ ആണ്. പിന്നെ ആ കാണുന്നത് ഒരു ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ചുള്ള ഒരു സ്പോട്ടിലാണ് ഉള്ളത്. ഇപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മള് വാട്ടർഫോളിന് അങ്ങോട്ട് പോകാനായിട്ട്. ഇത് വന്നില്ല നഷ്ടമായില്ലല്ലോ നമുക്ക്. സിഗ്നല് ഗ്രീൻ സിഗ്നലായ മാത്രം ദുബായിൽ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. വാട്ടർഫാളിന്റെ കെട്ടിലായിട്ടുള്ള വിഷ്വൽ നമുക്ക് ബാക്കിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് നമ്മൾ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് കോർപ്പങ്ങളിൽ. ആ സമയത്ത് രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം ലൈറ്റ് അറേഞ്ച്മെന്റിലൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പ്രത്യേക ഒരു മൂടായിരുന്നു നമുക്ക്. ഇതിനകത്ത് ഗൈസ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിൽക്കാൻ മാത്രമാണ് പെട്ടെന്ന് നമുക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഗ്രീൻ സിഗ്നലായി. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോർഫാങ്ങളിലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. നമുക്ക് അങ്ങോട്ട് വാങ്ങി തിയേറ്ററിലേത് പടം ഓടുന്നു. ഇപ്പോൾ പുതിയ ആസിഫലിയുടെ പടം കളിക്കുന്നുണ്ട്. നമ്മൾ യൂറോപ്പിലെ റോമിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ആംഫി തിയേറ്ററിന്റെ ഒരു ഫീൽ ഉണ്ട്. അതിന്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഹായ് ഗൈസ്, നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് അൽ സൂബ് റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽ ടോപ്പിലത്തെ ഒരു സ്പോട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടുത്തെ താഴ്വാരത്തിലുള്ള കാഴ്ചകളാണ് മെയിൻ ആയിട്ടൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് റെസ്റ്റ് ഹൗസ് പോലത്തെ എന്തൊരു സെറ്റപ്പാണ്. ഫ്രീ ആണെന്ന് തോന്നുന്നു. എനിക്ക് കോഫി ഷോപ്പ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. അയ്യോ, ബാറി വ്യൂ അതിനകത്ത് അതിനകത്ത്. എന്റെ പൊന്നെ, ഇതൊക്കെ എന്റെ പൊന്നെ നോക്കടാ. അയ്യോ, ഒരു രക്ഷയിട്ട മാർഗമായിട്ട് വ്യൂ. അപ്പുറത്ത് നോക്കിയ കടൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കപ്പലെവിടെ? ആ, കപ്പലൊക്കെ ഉണ്ട് കേട്ടാ. അയ്യോ, ഒരു മിനിറ്റ്.
ഇതേ കപ്പല് കാര്യങ്ങളൊക്കെ നങ്കൂരിട്ട് കിടക്കുന്ന കാണാം നമുക്ക് ഇവിടെ. വേണ്ട കടലിനകത്തങ്ങ് കപ്പലുകള് അതാ ഓരോ കപ്പലുകൾ ഇങ്ങനെ വരുന്നത് കാണാം. സൂമ ചെറുതായിട്ട് കാണുള്ളൂ, നല്ല ഫുള്ള് സൂമാ. സോ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപാര വ്യൂ വെച്ചാൽ അപാര വ്യൂ ആണ് കേട്ടോ. സോ കോർഫാഖാനിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കാണേണ്ട ഒരു സ്പോട്ടാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്പോട്ട്. തണുത്ത കാറ്റും നമുക്ക് സ്വെറ്റർ ഇടാനൊന്നും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. രാത്രിയാകും തോറും നല്ല തണുപ്പാണ്. പുലർച്ചെ 4 മണി 5 മണി സമയത്തൊക്കെ ഇവിടെ നല്ല മൂടൽമഞ്ഞ് നിറയുമെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ചെറുതായിട്ട് മൂടൽമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുണ്ട് കണ്ടോ. ആ ഭാഗത്തൊക്കെ നല്ല മൂടലുണ്ട്. അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ള ഒരു ഏരിയ കൂടി ഉണ്ട്, ഗ്ലാസ് ഒക്കെ ഉള്ള ഒരു ഏരിയ. ഇത് എനിക്ക് തോന്നുന്നു ചെറിയൊരു കോഫി ഷോപ്പാണ്. അങ്ങോട്ട് നോക്കണ്ട, എന്താണത്? ഇത് ആക്ച്വലി ചെറിയൊരു കഫേ റെസ്റ്റോറൻറ്റ് പോലത്തെ എന്ത് സെറ്റപ്പാണ്. 50 dirhams ആണ് അതിൻ്റെ കോസ്റ്റ്. സോ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നല്ല മൂടൽ മഞ്ഞ്, കടലിൻ്റെ ഭാഗമൊക്കെ ഒരുവിധം മൂടൽ മഞ്ഞ് കൊണ്ട് നിറഞ്ഞു. കടൽ മൊത്തം കപ്പലുകളിലെ. അയ്യോ, ഇതില് ക്യാമറയിൽ എത്രമാത്രം കാണാൻ അറിയില്ല, ഞങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ കുത്തുകുത്തുകളായിട്ട് ഇങ്ങനെ കാണുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കപ്പലുകളാണ്. കണ്ടാ ഓരോരോ കപ്പലുകൾ ഭയങ്കര ലെങ്ത്തിൽ എടുക്കുന്നതാണ്. ഇവിടുന്ന് പോകണമെന്നാണ് വരുന്നത് അറിയില്ല. ഇത് കോർഫാഖാൻ്റെ ഒരു പോർട്ടിൻ്റെ ഒരു പോർഷനാണ് ഈ ഭാഗം കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ചരക്കപ്പല് കണ്ടാ കണ്ടെയ്നറുകൾ ഇങ്ങനെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അത്തരത്തിലുള്ള കപ്പലുകളാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത്. സൂം ചെയ്യുമ്പോൾ ഇത് 20x സൂം ചെയ്യുന്നത് നല്ല ദൂരത്താണ് കിടക്കുന്നതൊക്കെ കണ്ടാ. ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ചെറുതായിട്ട് വെള്ള കുത്ത് കാണുന്നതൊക്കെ കപ്പലുകളാണ് കണ്ടാ. ഹിന്ദു അത്ര കപ്പലുകളാണെന്ന് നോക്കിയാൽ. ഇത് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് നടക്കുന്ന ഒരു ഏരിയ ആണ്. നോക്കി അവിടെ ടവർ നോക്കിയാ, ആട് കരയണ പറ്റിയ പെണ്ണുകൂടെ കരയുണ്ട്. അതാ എന്താണത്? എനിക്ക് സാധാ ആടുകൾ ഇങ്ങനെ പോണ കേട്ടോ. നോക്കിയാ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമുക്ക്. നോക്കറ സൂം ചെയ്യുമ്പോൾ കറച്ച് കാണട്ടാ, ഇടി പിടിക്കുന്നത് എന്താ. അത് ഈ ആളുകളുടെ മെയിനായിട്ട് ആക്ടിവിറ്റീസ് ആണ് ഇതല്ലേ. അവർക്ക് ഇങ്ങനെ ഇടിക്കാൻ ആരെങ്കിലും കണ്ടാ. സോ കോർഫാഖാനിൽ വന്നിട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപാര വ്യൂ വെച്ചാൽ അപാര വ്യൂ ആണ് ശരിക്കും പറഞ്ഞത്. വന്നേല് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണല്ലേ, മലനിരകളുടെ ഭംഗി നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്നേല് ശരിക്കും മിസ് ചെയ്യാനല്ലേ. നോക്കി അവിടെ പോണൊക്കെ എന്തിന്റെ വ്യൂ. ഇതൊക്കെ ആരും ഇവിടെ കണ്ടുപിടിച്ചല്ലേ, പാർക്കല് പൊട്ടിച്ച്. അപാര വ്യൂ തന്നെയല്ലേ. ഇത് മലയുടെ ഏറ്റവും ടോപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ മേലെ നല്ല വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര കപ്പൽ ഇത് എങ്ങോട്ട് പോകുന്നതല്ലേ? കപ്പല് കംപ്ലീറ്റ് ചരക്കപ്പല്, അവിടെ ഒക്കെ കംപ്ലീറ്റ് ചെറിയ കുത്തു പോകുന്ന കപ്പലുകളാണ്. എങ്ങോട്ട് പോകുന്ന കപ്പലുകൾ ഓരോരോ രാജ്യത്തേക്ക് പോണതായിരിക്കും. ഇത് പോർട്ടല്ലേ, സാധനങ്ങള് അതൊക്കെ കണ്ടെയ്നറുകളാ. അവിടെ ചെറിയൊരു മലയുണ്ടല്ലോ അല്ലേ, കപ്പിത്താനും കാണുമല്ലേ. ഇതാണ്ട് ചായ കുടിച്ചാലോ? 50 അറ ഏഷ്യ പൂഷും 50 തരം. നമുക്ക് പ്രാംകൂടി ഷാപ്പ് കാണണോ ആസിഫലിയുടെ പടം കാണണോ? പ്രാംകൂടി ഷാപ്പ് നമ്മുടെ ചെക്കൻ്റെ പടാ കൂട്ടുകാരൻ്റെ. 2 മാസം മുമ്പ് വെയിലത്താണെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കൂ. ഇപ്പൊ വെയിലുണ്ടെങ്കിൽ തന്നെ അതോടൊപ്പം നല്ല തണുപ്പും അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. ഈ പുല്ലതാ പാടത്തൊക്കെ ചുമ്മാ കിടക്കണ പുല്ല. ഇവിടെ നല്ല ക്യൂട്ട്നെസ് കാണാനായിട്ട് അല്ലേ. മോഡൽ മഞ്ഞ് വരുന്നുണ്ട്, പാറ പൊട്ടിക്കുന്ന പൊടിയാ വരുന്നത്. മൂടൽ മഞ്ഞല്ല അത്. ഇവിടെ നിന്ന് കുറെ ഒരു പൊടി വരുന്നുണ്ട് ഗൈസ്. നോക്കിയാ ഇത് ആക്ച്വലി നമ്മൾ മഞ്ഞാന്ന് തെറ്റിയായിരിക്കും, പക്ഷെ മഞ്ഞല്ല ഇത്. ഇത് ആക്ച്വലി പാറ പൊട്ടിച്ചതിൻ്റെ പൊടിയാണ് വരുന്നത്. നോക്കിയാ ഓഫ് അപാര വ്യൂ തന്നെട്ടാ. ഇവിടെ നിന്ന് നോക്കിയാ അയ്യോ അപാര വ്യൂ. നോക്കിയാ ഒരു ഷോട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ. അയ്യോ
ഒരു രക്ഷയിലായിട്ട് വ്യൂ ഓട്ടം നോക്കിയാൽ ആ ചെറിയ ചെറിയ പച്ചപ്പുല്ലുകൾ അതിൻ്റെ ഇടയിൽ നല്ല ചുവന്ന നിറത്ത കടലാസ് പൂ. ഊഫ്, ഒരു രക്ഷയിലായിട്ട് വ്യൂ. നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ഇതിലാണ് കഴിക്കാം. 10 രൂപയ്ക്ക് കിട്ടും ഇവിടെ നിന്ന്. ഈ തണുത്ത് നമുക്ക് എന്തായാലും ഒരു ഐസ്ക്രീം കഴിക്കണം. ഇനി 20 എങ്ങനെയായാലും വരുടാ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കട നമുക്ക് ഇവിടെ കാണാം. ആ ഐസ്ക്രീം കടക്കാരനില്ല. ആണ്ടോ, ഇതൊക്കെ എന്ത് രസത്തിലുള്ള ഡിസൈനിലല്ലേ ഐസ്ക്രീം കടയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അയ്യോ, നമ്മൾ സോ ഗൈസ്, നമ്മളങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വി കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതും ഒരു കഫേ പോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ഒരു ഏരിയയിലുള്ള ഒരു കഫേ. അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റപ്പ്. ഇതിന് ചുറ്റി പറ്റിയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളതിനിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു അണ്ടർഗ്രൗണ്ട് പോകണ്ടല്ലേ, ചിലപ്പോൾ അടിയിൽ കൂടെ പാസ് വലുതുണ്ടോ. ഓയ്യോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ആയിട്ടില്ല. സമയം ഇപ്പോൾ എത്രയായി? മണിപ്പോൾ 4:30 ആയിട്ടുള്ളൂ. സൺസെറ്റ് ആവുന്നുള്ളൂ. നോക്കിയേ, അവിടെ വെള്ളം ചാടുന്ന ഒരു കിടിലൊരു വിഷ്വൽസ് ഉണ്ട് ഇവിടെ. ഈ കേട്ടാ, വെള്ളം ചാടുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. വാവ്, പൈപ്പ് പൊട്ടിയതാണെന്ന് കണ്ടിട്ട്. ഏയ്, ഇത് മറ്റേ റിഗേഷനാ, ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത്. കണ്ട പൈപ്പ് ഇത് കാണുന്നുണ്ട്. കണ്ട, സൂം ചെയ്ത് നോക്കറ, സൂമിൽ കാണാം. കണ്ടാ, നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ മൊബൈലിന്റെ സൂമിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. കാണാൻ പറ്റണ്ട എൻ്റെ പ്രഭാകര. ഇതാണ് വി കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോട്ട്. നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു റോഡൊക്കെ കാണാം. ഫിജേറ, ഷാർജ ആയിട്ടുള്ള റോഡുകളാണ് ഇതെല്ലാം കാണുന്നത്. അല്ലേ, കാറുകളൊക്കെ ഇങ്ങനെ ചീറി പാഞ്ഞ് പോകുന്നത് കാണാം. അവിടെ എന്തോ ഒരു കപ്പ് പോലെ സാധനം വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയറിൽ ചില പരിപാടികളൊക്കെ നടത്തുന്ന ഒരു ഗാനമേള അങ്ങനത്തെ സെറ്റപ്പൊക്കെ നടത്തുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. പച്ച വിരിച്ച ഒരു മൈതാനം പോലത്തെ ഒരു സെറ്റപ്പ്. അവിടെ ഇങ്ങനെ കുറേ സ്പീക്കറും കാര്യങ്ങളൊക്കെ സ്റ്റേജൊക്കെ വെച്ചിട്ടുണ്ട്, ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ. ചിലപ്പോൾ രാത്രി സമയങ്ങളിൽ ഇവിടെയൊക്കെ വല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്ക് അകത്തോടെ കിടക്കാം. മാസ്റ്റർ കോഫി കഫേ. ഒരു ആട്ടനവരെ നമുക്ക് വീഡിയോ എടുക്കാം. സോ ഇതാണ് അപ്പം നമ്മുടെ ഈ ഒരു കഫേയുടെ അകത്തെ ഒരു ആംബിയൻസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാനും കഴിക്കാനൊക്കെ വലുതും ഉണ്ടോ നോക്കാം. അപ്പോൾ സോ ഗൈസ്, ഞങ്ങളങ്ങനെ ഇപ്പോൾ ചായ കുടിച്ച് അതാ പുറത്തോട്ട് ഇറങ്ങി. ചായ നല്ല രസമുണ്ടല്ലേ, നല്ല കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി ഇച്ചിരി കയ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വി കഫേയിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ച് നമ്മളങ്ങനെ വീഡിയോ എടുത്തില്ല. ഇതൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ നമ്മുടെ ടൂർ ഗൈഡ് आपका नाम क्या है भाईजान? आतिफ समान എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാകിസ്ഥാനിലാണ് അദ്ദേഹം. അപ്പോൾ आपका ट्रैवल का नाम क्या है? बेस्ट ट्रिप एवर टूरिज्म LLC. ബെസ്റ്റ് ടൂറിസം എന്ന് പറഞ്ഞ ടൂറിസം ആ ഒരു ട്രാവൽസിലാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തത്. നല്ല കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി പാക്കേജാണ്. നമ്മൾ വളരെ അച്ഛാ പാക്കേജ്, गुड सर्विस. अच्छा सर्विस है. और क्या बोलेगा? बोलो कुछ बोलो. इंडिया वाले को बोलो पूरा आदमी वो बुक करो, വെൽക്കം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗോർഫകാനിൽ വന്ന സമയത്ത്, ഇതിന് മുമ്പ് വന്ന സമയത്ത് ഇതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ബെസ്റ്റ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ് ചെയ്ത് ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ബുക്ക് ചെയ്യുക. ഈ കോർഫകാൻ്റെ ദൂസറ ബി നമുക്ക് ഹത്ത മുസാൻഡം അങ്ങനത്തെ ഒരുപാട് വേറെ ട്രിപ്പുകളൊക്കെ ഉണ്ട്. അബുദാബി എല്ലാ ട്രിപ്പുകളും ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർക്കാണെങ്കിൽ ബുക്ക് ചെയ്യുക, വരിക. പ്രൊമോഷൻ ഒന്നുമല്ല, നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള ഒരു നമ്മൾക്ക് കുഴപ്പമില്ലാതെന്ന് തോന്നി. സോ ഗൈസ്, നമ്മളപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് കോർഫകാനിലെ മെയിനായിട്ട് കാണാനുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. സോ നിങ്ങളും എന്താ പറയുക, ദുബായിലുള്ള ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ, UAE ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം ദുബായിയുടെ അല്ലെങ്കിൽ നമ്മുടെ അബുദാബി ആ ഏരിയയിലൊക്കെ ഉള്ള നമ്മുടെ സിറ്റി ലൈഫൊക്കെ എപ്പോഴും കണ്ടു മടുത്തവർക്ക് ഇതുപോലത്തെ കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു മലയോര കാഴ്ചകളൊക്കെ നല്ല പ്രത്യേക തരത്തിലുള്ള വ്യത്യസ്തമായിട്ടൊരു അനുഭവം തന്നെ തരും.
സാഗർ അല്ലേ? കറക്റ്റ്. കറക്റ്റല്ലേ? ഞാൻ പറഞ്ഞ തെറ്റുന്നില്ല.